ഹലോ, ഹാപ്പി വിഷു. ഇതെൻ്റെ വിഷുവിൻ്റെ ഉണ്ണിയപ്പാണ്. നല്ല നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ്. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഈ റെസിപ്പി ആരും അറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ ഉണ്ണിയപ്പം കൊണ്ട് 5-6 വർഷം കാശുണ്ടാക്കിയായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞതേ. എന്താ വെച്ചാൽ 1 കിലോ പച്ചരി, 1/2 കിലോ മൈദ, 1.5 കിലോ ശർക്കര, പിന്നെ കുറച്ച് ജീരകം, ചുക്ക്, ഏലക്ക. അതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. പച്ചരി കുതിർത്ത് ഒരു 3 മണിക്കൂർ കുതിർത്ത ശേഷം നമ്മൾ പുട്ടിനൊക്കെ പൊടിക്കാൻ ഉണങ്ങാൻ വെക്കത്തില്ലേ, അതേമാതിരി ഉണങ്ങാൻ വെച്ചിട്ട് വീട്ടിൽ തന്നെ പൊടിക്കണം. എന്നുവെച്ചാൽ ആദ്യം ഉണക്കം അതിൻ്റെ കുറച്ച് വെള്ളം വേണം. അങ്ങനെ പൊടിച്ചിട്ട് ആ പൊടിയിലേക്ക് ഏലക്കപ്പൊടിയും ഇതൊക്കെ മിക്സ് ചെയ്യുക, മൈദയും മിക്സ് ചെയ്യുക. അതിനുശേഷം ശർക്കര പാനിയാക്കുക. എന്നുവെച്ചാൽ അടുപ്പത്ത് സ്റ്റൗവിൽ തന്നെ വെക്കണം. നല്ലോണം ശർക്കര തിളക്കത്തില്ലേ, നല്ലോണം തിളക്കുമ്പം ഈ അരിപ്പൊടിക്ക് നേരിട്ടൊഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ പഴം, 1 കിലോ അരിയാണെങ്കിൽ 1/4 കിലോ പഴം വേണം. 1.5 കിലോ അരിയാകുമ്പോൾ 1/2 കിലോ പഴം എടുത്താലും കുഴപ്പമില്ല. പഴം എടുത്താൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇതൊഴിക്കുക, ശർക്കര നന്നായി മിക്സ് ചെയ്യുക. ലാസ്റ്റ് കുറച്ച് എള്ള് ഇടുക. ഈ ഉപ്പ് ഇട്ടിട്ട് തേങ്ങാക്കൊത്തില്ലേ, ഞാൻ 1 കിലോ അരിക്ക് 1 തേങ്ങ എടുക്കും. എനിക്ക് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അത് ഈ നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്കിടും, ഈ ഉണ്ണിയപ്പം കൂട്ടിലേക്ക്. എന്നിട്ട് ഒരു 3 മണി, വേറെ ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒന്നും വേറൊരു സാധനം തൊടിക്കില്ല, പ്യുവർ മാത്രം, വേറെ ഒന്നുമില്ല, എക്സ്ട്രാ ഒന്നുമില്ല. എന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ചുട്ടെടുക്കും. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. അടുത്ത വിഷുവിന് ഞാൻ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇന്നലെ ഇടാൻ പറ്റിയില്ല. എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇടുന്നത്. അന്നേരം എല്ലാം ഇത് കണ്ടോ, എന്താ ഇങ്ങനെ 2 വിരലുകൊണ്ട് എന്താ ഇങ്ങനെ വരും. ഭയങ്കര സോഫ്റ്റ്. അതാ നല്ല ടേസ്റ്റ് തിന്നാൻ. തിന്നാട്ടോ, അലിഞ്ഞു പോവും. എല്ലാവരും ആക്കി നോക്കി നമ്മൾ പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ വരും, ഒട്ടും കട്ടിയില്ലാത്തതാണ്. ഇത് ഒരാഴ്ചയൊക്കെ കേടാവാതെ നിൽക്കും. ഞാൻ ലണ്ടനിലേക്ക് ഇത് കൊടുത്തു വിടാറുണ്ട്, ലണ്ടനിലേക്ക്, ദുബായിലോട്ട്. ചീത്തയാവത്തേയില്ല. ഇതേമാതിരി ഒരാഴ്ചയൊക്കെ നിൽക്കും. വേണം നമുക്ക് ആക്കി ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് സമയമാകുമ്പോൾ വെള്ളം ചൂടാക്കി എടുത്താൽ മതി. ഇതേ സോഫ്റ്റ്നെസ് കിട്ടും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ബൈ. എല്ലാവരും ഉണ്ണിയപ്പം ആക്കുക. പിന്നെ കാണാം, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.